നമസ്തേ. NSS കരയോഗം ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും നമ്മുടെ മുൻ ഗതാഗത മന്ത്രിയും സർവോപരി സിനിമാ നടനുമൊക്കെ ആയിട്ടുള്ള KB ഗണേഷ് കുമാറും അതിനോടൊപ്പം ഒരു കാര്യം ചേർക്കാൻ മറന്നു, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് അല്ലെ. എന്തായാലും KB ഗണേഷ് കുമാറും പിന്നെ നമ്മുടെ സ്വന്തം മുഖ്യനും. വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഏതാണ്ട് ധാരണയുണ്ട്. NSS കരയോഗം ജനറൽ സെക്രട്ടറി നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് അനുവാദം ചോദിക്കുന്നു. ആദ്യത്തെ റിങ്ങിൽ ഫോൺ എടുത്തില്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ റിങ്ങിൽ ഫോൺ എടുത്തതിന് ശേഷം രണ്ടാമത്തെ തവണ വിളിക്കുമ്പോൾ ഫോൺ എടുത്തതിന് ശേഷം പറഞ്ഞ ഒരു കാര്യം, ഇന്നിപ്പോ അതായത് സമയം ഉണ്ടാകില്ല, സമയം വിളിച്ചറിയിക്കാം എന്നുള്ള ഒരു നിർദ്ദേശമാണ് NSS കരയോഗം ആസ്ഥാനത്തേക്ക് ലഭിച്ചതായിട്ടാണ് നമ്മൾ അറിയുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. ഇതോടുകൂടിയാണ് പെരുന്നയിൽ ആശാന് അങ്ങ് അടിമുടി അങ്ങ് വിറഞ്ഞ് കയറിയത്. പെരുന്നായിൽ ആശാൻ വിറഞ്ഞു കയറിയിട്ട് പിന്നെ പറഞ്ഞു, അതിനു മുമ്പ് മറ്റൊരു കാര്യം നടന്നിരുന്നേ. അംഗത്വമൊക്കെ റദ്ദാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് KB ഗണേഷ് കുമാറിന് ഗെറ്റ് ഔട്ട് ഹൗസ് എന്നങ്ങൾ പറഞ്ഞു. പിന്നെ നീ എന്നോടൊക്കെ അങ്ങനെ തർക്കിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അഡ്രസ്സ് കാണില്ല എന്നാണ് പറഞ്ഞത്. ഈ അഡ്രസ്സ് കാണില്ല എന്ന് പറഞ്ഞ കാര്യവും പിന്നെ മുഖ്യമന്ത്രിയെ അവൻ ഇവൻ എന്നൊക്കെ വിളിച്ചതും അങ്ങ് KB ഗണേഷ് കുമാറിന്, അതായത് ഗണേശൻജിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഒരു 10-25 വർഷമായിട്ട് വളരെയധികം അടുപ്പമുള്ള ഒരാളാണ് VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ശരിയാണ്, പൊതുപ്രവർത്തന രംഗത്ത് KB ഗണേഷ് കുമാറും പറയുന്നത് പോലെ എനിക്കൊരു അഡ്രസ് ഉണ്ട്, അത് പെരുന്നയിൽ ആശാൻ തീരുമാനിച്ചാൽ അങ്ങ് മാറ്റാൻ കഴിയില്ല. കാരണം ആദ്യത്തേത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് പറഞ്ഞു, R ബാലകൃഷ്ണ പിള്ളൈ. അദ്ദേഹത്തിന്റെ പേരിലാണ് എനിക്ക് ഒരു അഡ്രസ് ഉള്ളത്. പിന്നീട് ഞാൻ ഒരു 10-25 വർഷമായിട്ട് സജീവമായി അതായത് ഓൾ ഇന്ത്യ ലെവലിൽ സിനിമയിൽ അറിയപ്പെടുന്ന ഒരു നടൻ കൂടിയാണ്. അതുപോലെ തന്നെയാണ് 10-25 വർഷമായിട്ട് ഞാൻ പ്രവർത്തന രംഗത്ത് കൂടി ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇതിൽ KB ഗണേഷ് കുമാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രിയെ അവൻ ഇവൻ എന്നൊന്നും വിളിക്കരുത് എന്നാണ്. അത് നമുക്ക് ശരിവെക്കാവുന്ന ഒരു കാര്യമാണ്. മുഖ്യമന്ത്രിയെ അവൻ ഇവൻ എന്നൊക്കെ വിളിക്കുന്നത് ഉചിതമല്ല. കാരണം അദ്ദേഹത്തോടല്ല, അതായത് അദ്ദേഹത്തെ അല്ല ബഹുമാനിക്കുന്നത്, അദ്ദേഹം ഇരിക്കുന്ന ആ പോസ്റ്റിനെയാണ് ബഹുമാനിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, മുൻ മുഖ്യമന്ത്രിയോടും ഇത്തരത്തിൽ അവൻ ഇവൻ അയാൾ എന്നൊക്കെയുള്ള പരാമർശമൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതേ കാര്യം തന്നെയാണ്. ആ നിലപാടിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. KB ഗണേഷ് കുമാർ എന്തുകൊണ്ടാണ് ഇപ്പോൾ UDFന്റെ ഒരു മുഖ്യമന്ത്രിയോട് ഇത്തരത്തിലൊന്ന് പെരുമാറുന്നത് എന്നുള്ളത് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? NSS കരയോഗം ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും KB ഗണേഷ് കുമാറും തമ്മിൽ വല്ലാത്ത ഒരു തരം ചകട നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പല റൂമറുകളും ഒക്കെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. റൂമറുകളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. എന്തായാലും ഇവർക്കിടയിലുള്ള ഈ വിഴുപ്പലക്കൽ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. പക്ഷേ ഇതിൽ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ KB ഗണേഷ് കുമാർ ന്യായീകരിച്ചത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കൂടി ആലോചിച്ചു നോക്കണം. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ലത്തീൻ സഭയുടെ ആസ്ഥാനത്തേക്ക് പോകുന്നുണ്ട്. ലത്തീൻ സഭ ആസ്ഥാനത്തേക്ക് പോയിട്ട് അവിടെ ചർച്ച നടക്കുന്നുണ്ട്. അതായത് സഭയെയും ബാക്കിയുള്ളവരെയും ഒക്കെ ഒന്ന് ചേർത്ത് പിടിക്കണമല്ലോ. അപ്പൊ അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ലത്തീൻ കത്തോലിക്കർ ഒന്നും അധികം മുഖ്യമന്ത്രി ആയില്ല എന്നൊന്നും കരുതിയിട്ട് വിഷമിക്കേണ്ടതില്ല, ഞാനിവിടെ ഉണ്ട്, എല്ലാം നമുക്ക് പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കാം എന്നാണ്. അങ്ങനെ വളരെ ഔപചാരികമായിട്ടും അല്ലാതെയും ഒക്കെ അവിടെ ആ വിഷയം വളരെയധികം സംസാരിച്ച് ഒരു തീർപ്പിൽ ഒരു ധാരണയിലേക്ക് എത്തിയതിനു ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു പോരുന്നത്. പക്ഷേ ലത്തീൻ സഭ ആസ്ഥാനത്ത് അത്രയധികം അങ്ങ് മെരുങ്ങി എന്നുള്ളത് നമുക്ക് പിന്നീടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് മെരുങ്ങിയിട്ടൊന്നുമില്ല, അങ്ങനെ മെരുക്കാനൊന്നും കഴിയത്തില്ല എടവേ എന്നുള്ള രീതിയിലാണ് അവിടെ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ പിന്തുണയും ഒക്കെ വരുന്നത്. അതിനുശേഷം അദ്ദേഹം എങ്ങോട്ടേക്കാണ് പോയത്? അദ്ദേഹം പോയത് പാണക്കാട് കുടുംബത്തേക്കാണ് അല്ലെ. നമ്മളെല്ലാവരും അത് കണ്ടതാണ്. പാണക്കാട് കുടുംബത്തേക്ക് പോകുന്നു. തെറ്റു പറയാൻ പറ്റുമോ? ലീഗിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പാണക്കാട് കുടുംബമല്ലേ. അപ്പോ അദ്ദേഹം പോകണ്ടേ? അദ്ദേഹത്തിന് വേണ്ടി ഇത്രയേറെ എന്താ പറയാ ബലം പിടിച്ചത് മുഴുവനും അവരല്ലേ, പോകണം. മാത്രമല്ല ഘടകകക്ഷി കൂടിയാണ്. ഏറ്റവും പ്രബലമായിട്ടുള്ള ഘടകകക്ഷി എന്ന് പറയുന്നത് ലീഗാണ്.
ആ ലീഗിനെ നയിക്കുന്ന കുടുംബത്തിലേക്ക് പോകേണ്ടത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. അദ്ദേഹം അവിടേക്ക് പോയി തെറ്റു പറയാൻ സാധിക്കില്ല. അപ്പോ മുഖ്യമന്ത്രി അവിടേക്കും പോയതിനു ശേഷം തിരിച്ചു വരുന്നു. അവിടെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ധാരണയാക്കിയിട്ടുണ്ടാവും. അങ്ങനെ പോകുന്നു. ഇതിനിടയിൽ തുഷാർ വെള്ളാപ്പള്ളി വന്ന് കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ NSSന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു 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 ഒന്ന് അളിയാ നിങ്ങൾ നിൽ എന്ന് പറയുന്ന രീതിയിലേക്ക് പെരുമാറിയത് എന്തിനാണ്? സത്യത്തിൽ എല്ലാ സാമുദായിക സംഘടനകളെയും ചേർത്ത് പിടിക്കണ്ടേ? അതാണ് പരമപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം. അപ്പോ NSSന്റെ ഒരു ഔട്ട്റീച്ച് ഒരു പിന്തുണ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യമാണ്. ഒരു മുഖ്യമന്ത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അത് പ്രത്യേകിച്ച് ഒരു സഭയുടെയോ ഒരു നേതാവിന്റെയോ ഏതെങ്കിലും ഒരു സമുദായ സംഘടനയുടെയോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ മാത്രമോ അല്ലെങ്കിൽ UDFകാരുടെ മാത്രമോ മുഖ്യമന്ത്രിയല്ല. അദ്ദേഹം പെരുന്നയിൽ ആശാന് സത്യത്തിൽ കാണാൻ അനുമതി നിഷേധിച്ചതിൽ ശരികേടുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം. അദ്ദേഹം കാണാൻ അനുവാദം കൊടുത്തിരുന്നെങ്കിൽ സത്യത്തിൽ അദ്ദേഹത്തിന്റെ റീച്ച് കൂടുക മാത്രമേ ചെയ്യുമായിരുന്നുള്ളൂ. അവിടെ ഒരു വേർതിരിവ് അദ്ദേഹം കാണിച്ചില്ല എന്നുള്ളത് തന്നെയാണ് വരിക. ഇനി പെരുന്നയിൽ ആശാൻ അതായത് സുകുമാരൻ നായർ പറഞ്ഞതനുസരിച്ച് പിന്തുണയൊക്കെ വേണ്ടേ, ഞാൻ അങ്ങ് ശരിയാക്കി തരാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയോട് പെരുമാറേണ്ട രീതിയിലാണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് സംസാരിക്കേണ്ട രീതിയിലാണോ പറഞ്ഞത് എന്നുള്ളത് സംശയാസ്പദമാണ്. സംശയാസ്പദമല്ല, അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ആദ്യം പറഞ്ഞത് തന്നെയാണ്, ഒരു മുഖ്യമന്ത്രി എന്നുള്ള പദവിയെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. പിണറായി വിജയൻ അവിടെ ഇരുന്നപ്പോഴും അദ്ദേഹത്തോട് നീരസമൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ അദ്ദേഹം പെരുമാറുമ്പോഴും അദ്ദേഹത്തിന്റെ ആ പദവിയെയാണ് നമ്മൾ ബഹുമാനിച്ചത്. ഇനി പിണറായി വിജയൻ പോയി VD സതീശൻ വന്നു, VD സതീശന് ശേഷം മറ്റാര് വന്നാലും ആ പദവിയെ നമ്മൾ ബഹുമാനിക്കുന്നു. ഇനി ധനകാര്യ വകുപ്പ് മന്ത്രിയാണോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആണോ അല്ലെങ്കിൽ DIG ആണോ DYSP ആണോ, നമ്മൾ എല്ലാവരും ആ കസേരയാണോ ബഹുമാനിക്കുന്നത്? ആ കസേരയുടെ ആ പദവിയുടെ കനത്തിന് മുമ്പിലാണ് എല്ലാവരും ഒന്ന് മൂളാനൊക്കെ നിൽക്കുന്നത്. അല്ലാണ്ട് അവിടെ ഇരിക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. ആ വ്യക്തിക്ക്, ആ കസേരയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ഔദ്യോഗികമായിട്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടുന്ന, കേരളത്തിന് വേണ്ടുന്ന രീതിയിൽ എന്ത് സഹായം ചെയ്യാൻ സാധിക്കുന്നു? നിങ്ങളൊക്കെ ആ കസേരയിൽ ഇരിക്കുമ്പോഴും പൊതുപ്രവർത്തകരായിട്ട് ഇരിക്കുമ്പോഴും അത് എല്ലാം തന്നെ ഇപ്പോ NSSയിലെ ഒരു വലിയ വിഭാഗം പിന്തുണച്ചില്ല എന്ന് പറയുമ്പോഴും വോട്ട് ചെയ്തിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. അപ്പോ അതിന്റെ പൂർണ്ണമായ പിന്തുണ ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എല്ലാ വിഭാഗത്തിലും സമുദായാചാര്യന്മാര് വന്നിട്ട് ഇന്നയാൾക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അങ്ങനെ വോട്ട് ചെയ്യാണ്ടിരിക്കുന്ന ഒരു വിഭാഗമല്ല ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് അങ്ങനെ ഒരു രീതിയേ ഇല്ല. ഒരു വിഭാഗമൊക്കെ അവരുടെ ഒരു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടൊക്കെ പൊരുത്തപ്പെടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് ചേർന്ന് പോകും, അല്ലെങ്കിൽ ചെയ്യില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പറയുമ്പോൾ തന്നെ എല്ലാ ഈഴവരും കൂടി LDFന് വോട്ട് ചെയ്യാണ്ടിരുന്നു എന്ന് കരുതാൻ പറ്റുമോ? അല്ല. അത് ആ രാഷ്ട്രീയപരമായിട്ട് തന്നെ വളരെ കൃത്യമായി രാഷ്ട്രീയപരമായിട്ട് തന്നെ പെരുമാറുന്നവരാണ് ഹിന്ദുക്കൾ എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അതേസമയം ക്രൈസ്തവ സഭകളുടെ ഒരു സ്വാധീനവും ഇസ്ലാമിക സഭകൾ സമുദായ സംഘടനകളുടെ സ്വാധീനവും എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. അവർ പറഞ്ഞെടുത്ത് വിശ്വാസികൾ നിൽക്കും, ക്രൈസ്തവർ നിൽക്കും എന്നുള്ള ഒരു രീതി പൊതുവായിട്ടുണ്ട്. അതിനിപ്പോ എന്തൊക്കെ പറഞ്ഞ് പൊങ്കാല ഇടാൻ വന്നാലും അതിന്റെ രീതി എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോ ആ രീതിയിലേക്ക് പോകും എന്നുള്ളതാണ്. പിന്നെ ഗണേഷ് കുമാർ ഇപ്പോ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഗണേഷ് കുമാറിനെ അടിച്ചു പുറത്താക്കിയതിനുള്ള ഒരു നീരസം കൂടിയുണ്ട്. പക്ഷെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം വളരെ കൃത്യമായിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് ഇത്ര വർഷത്തെ പരിചയമുണ്ട്, ഞാൻ അറിയുന്ന സതീശൻ അങ്ങനെ NSSന്റെ തിണ്ണനിരങ്ങാൻ പോകില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് ഇനി ഒരിക്കലും സതീശൻ പോകരുത്, NSSുമായിട്ട് ഒരു ടൈഅപ്പിലേക്ക് വരരുത് അല്ലെങ്കിൽ ഒരു സൗഹൃദത്തിലേക്ക് വരരുത് എന്നുള്ള ഒരു പാരപണിയൽ കൂടി അതിനിടയിൽ ഇല്ലേ എന്ന് ശങ്കിച്ചാൽ പോലും തെറ്റ് പറയാൻ സാധിക്കില്ല. പിന്നെ ഇനിയിപ്പോ ഭരണമില്ലാത്തത് കൊണ്ട് ഇപ്പുറത്തേക്ക് മറുകണ്ഠം ചാടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗണേശൻ അങ്ങനെ ചാടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഗണേശൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന പൊതുപ്രവർത്തകനോട് UDFന്റെ ഉള്ളിൽ ആകമാനം വല്ലാത്തൊരു രീതിയിൽ ഒരു
അസ്വീകാര്യതയുണ്ട്. നമുക്കറിയാം ഉമ്മൻചാണ്ടി സാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു എന്താ പറയാ, നീരസം എന്ന് പറയുന്നത്, നീരസമല്ല സത്യത്തിൽ പകയോ എന്താ അതിനെ വിളിക്കേണ്ടതെന്ന് അറിയില്ല, ആ ഒരു വല്ലാത്ത വിഷമം എന്നൊക്കെ പറയുന്നത് അത് ഇനിയുള്ള കാലത്തോളം നിലനിൽക്കാൻ പോകുന്നത് തന്നെയാണ്. അത്രയും വലിയൊരു ആഘാതമാണ് ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ളതാണ്. വളരെ നീതിമാനായ ഒരു മനുഷ്യന്റെ നേരെ അത്തരത്തിലുള്ള ഒരു ആരോപണം, അദ്ദേഹം മനസ്സാ വാച അറിയാത്ത ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പേര് വലിച്ചിഴക്കുന്ന ഒരു തരത്തിലുള്ള രീതിയിലേക്കൊക്കെ പോയി എന്നുള്ളതാണ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അപ്പോ പെരുന്നയിലെ പോപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വിഷയം വരുമ്പോൾ പെരുന്നയിലെ പോപ്പിന്റെ വായിലെ നാക്കിന് കുറച്ച് കൂച്ചുവിലങ്ങിടുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് അധികാര പദവികളെയാണ്, ആ കസേരകളെ ബഹുമാനിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു മുഖ്യമന്ത്രിയെക്കാളും വലുതാണോ ഒരു സമുദായ ആചാര്യൻ എന്നുള്ള രീതിയിലേക്കൊക്കെ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നതിനേക്കാൾ നല്ലത് മുഖ്യമന്ത്രി തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത് എന്നുള്ളതാണ്. ഒരു സംസ്ഥാനത്തിന്റെ എന്താ പറയാ, കുതിച്ചു ഉയരുന്നതിനും അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ നേരെ താഴേക്ക് കൊണ്ടുവരുന്നതിനും ഒക്കെ ഒരു മുഖ്യമന്ത്രിക്ക് കഴിയും. ഒരു സംസ്ഥാനത്തെ നേരെ കൊണ്ടുപോകാനും കഴിയും. അപ്പോൾ ആ പദവിക്ക് വലിയ അർത്ഥമുണ്ട്, വലിയ ചുമതലകളുണ്ട്. അതിനേക്കാളൊക്കെ താഴെ തന്നെയാണ് ഈ സാമുദായിക ആചാര്യന്മാരൊക്കെ ഉള്ളത് എന്ന് തന്നെ വെക്കുന്നതാണ് നല്ലത്. അദ്ദേഹത്തിന് പിന്നാലെ പോയിട്ട് അദ്ദേഹത്തിന് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് പെരുന്നയിലെ പോപ്പിന് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ദൈവത്തെ ഓർത്ത് ആരും ചെയ്തു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചെയ്ത നിലപാടിനോട് ഞാൻ വിയോജിക്കുകയാണ്. കാരണം മറ്റുള്ളിടത്തൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ വോട്ട് ബാങ്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുമുള്ള ഒരു അസ്വാരസ്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു മുഖ്യമന്ത്രി എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് അങ്ങ് അത് ചെയ്യാൻ പാടില്ല. അങ്ങ് എല്ലാവരെയും തുല്യരായി കാണുകയാണ് വേണ്ടത് എന്നുള്ളതാണല്ലോ. അപ്പോ അത് നമ്മളുടെ ഓത്തിലും നമ്മൾ പറയുന്നത് അത്തരത്തിൽ തന്നെയല്ലേ. അപ്പോ അങ്ങ് ആ രീതിയിൽ തന്നെ വളരെ നീതിമാനായിട്ട് മുന്നോട്ട് പോകുന്നത് കാണാനാണ് പൊതുജനങ്ങൾക്കും ഇഷ്ടം. ഈ തമ്മി അടുപ്പിക്കാൻ വേണ്ടുന്ന ചില ആളുകളുണ്ട്, അവർക്ക് അതിൽ നിന്ന് കുറച്ച് ബ്രേക്കിംഗ് ന്യൂസുകൾ കിട്ടും എന്നുള്ളതല്ലാതെ മറ്റൊന്നും അവിടെ നടക്കുന്നില്ല. ഇപ്പൊ പെരുന്നയിലെ പോപ്പിന് അല്ലെങ്കിൽ സുകുമാരൻ നായർക്ക് കാണാൻ അവസരം ഒരുക്കുക, അദ്ദേഹത്തിന് വളരെ കാര്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രിയോട് സംസാരിക്കാനുണ്ടാവുക. ആ സംസാരിക്കാനുള്ളത് അതൊരു നയപരമായ രീതിയിലേക്ക് കൊണ്ടുപോവുകയും സംസ്ഥാന ഭരണം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ മുഖ്യമന്ത്രിക്ക് കഴിയട്ടെ എന്നുകൂടി നമുക്ക് ആശംസിക്കാം. എന്തായാലും ഗണേശനും സുകുമാരൻ നായരും വി.ഡി. സതീശനും എന്ന് പറയുന്ന ത്രയം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ആ ത്രയത്തിൽ നിന്ന് ഉടലെടുക്കുന്ന വാർത്തകൾ ബ്രേക്കിംഗ് ആക്കാൻ നിലനിൽക്കുന്ന മാധ്യമങ്ങളൊക്കെ ഉണ്ട്. അത് എന്തായാലും ശ്രദ്ധിക്കുക. ഈ വിഷയങ്ങളൊക്കെ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ച് പോകുന്നതല്ലേ നല്ലത് എന്നുള്ളതാണ് ഈ ഉള്ളവന്റെ ഒരു ചിന്ത. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്.